ഏറ്റവും ജനപ്രിയ വളർത്തുമൃഗങ്ങളിൽ ഒന്നാണ് ലാബ്രഡോർ അല്ലെങ്കിൽ ലാബുകൾ എന്നറിയപ്പെടുന്ന ലാബ്രഡോർ റിട്രീവറുകൾ. റിട്രീവർ ഇനങ്ങളിൽ പെടുന്ന ഒരു വേട്ടനായാണ് ലാബ്രഡോർ റിട്രീവർ. റിട്രീവർ എന്നാൽ കണ്ടെത്തുന്ന എന്ന അർത്ഥം ഈ നായകൾ അന്വർത്ഥമാക്കുന്നു. കാനഡയിൽ നിന്നുള്ള നായയാണ് ഈ ഇനം. ഏറ്റവും കൂടുതലായി വളർത്തുന്ന നായ എന്ന ഖ്യാതിയും ഈ നായകൾക്കുണ്ട്. സഹായിക്കുന്നതിനു വേണ്ടി പരിശീലിപ്പിച്ചെടുക്കുന്ന നായകൾ എന്നും ഈ ഇനത്തിന് വിശേഷണമുണ്ട്. ഈ പ്രത്യേക സവിശേഷതകൾ ഉള്ളതുകൊണ്ട് പോലീസും മറ്റു ഡോഗ് സ്ക്വാഡുകളും ഈ നായകളുടെ സേവനം തേടുന്നു. ഈ നായകൾ നീന്തുവാനും കളിക്കുവാനും കൂടുതലായി ഇഷ്ടപ്പെടുന്നു. കുട്ടികളുമായി വളരെ ഇണങ്ങുന്ന ഇനമാണ് ഇത്. ചെറുതും ഘനമുള്ളതും ഇടതൂർന്നതുമായ രോമങ്ങളാണ് ഇവയ്ക്ക്. ഇവയുടെ ചർമ്മം ഉണങ്ങിയതും എണ്ണമയമുള്ളതുമാണ്. അതിനാൽ ജലത്തിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടുന്നു. പൊതുവെ കറുപ്പ്, മഞ്ഞ, ചോക്ലേറ്റ് എന്നീ നിറങ്ങളിൽ ലാബ്രഡോർ റിട്രീവറുകൾ കാണപ്പെടുന്നു. തല വലിപ്പമുള്ളതും ബലമേറിയ പേശികളോടുകൂടിയ താടിയും ഉറച്ച വടിവൊത്ത ശരീരവും ഇവയ്ക്കുണ്ട്. വാലുകളും തലയുമാണ് മറ്റിനങ്ങളിൽ നിന്ന് ലാബ്രഡോർ റിട്രീവറുകളെ വ്യത്യസ്തരാക്കുന്നത്. ലാബ്രഡോർ റിട്രീവർ നായ്ക്കുട്ടികൾ വളരെ ഊർജ്ജസ്വലരാണ്. അവ വളരെ വേഗം ശക്തരായ നായ്ക്കളായി വളരും. അവർ ചെറുപ്പമായിരിക്കുമ്പോൾ അവരെ ശരിയായി പരിശീലിപ്പിക്കാൻ സമയം കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. ശരാശരി ലാബുകൾക്ക് വലിപ്പം കാലുകൾ മുതൽ തോളിന് മുകളിൽ വരെ 21.5 മുതൽ 24.5 ഇഞ്ച് വരെയാണ്. ലാബുകൾക്ക് 55 മുതൽ 88 പൗണ്ട് വരെ ഭാരമുണ്ട്. ലാബ്രഡോർ നയ ഇനങ്ങൾക്ക് വൃത്താകൃതിയിലുള്ള ഒരു വാൽ ഉണ്ട്. പലപ്പോഴും ഓട്ടർ വാൽ എന്ന് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു. ഇവയുടെ ശരാശരി ആയുസ് 10 മുതൽ 14 വർഷം വരെയാണ്. ലാബുകൾക്ക് എപ്പോഴും സജീവമായിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നന്നായി പരിശീലിപ്പിച്ചാൽ അവർ ശാന്തരും അനുസരണമുള്ളവരുമായി തുടരും. ഇനത്തെ അടിസ്ഥാനമാക്കി ലാബുകളെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ലാബുകൾ, അമേരിക്കൻ ലാബുകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ലാബ്രഡോറുകൾക്ക് മണ്ണിനെയും അഴുക്കിനെയും പ്രതിരോധിക്കുന്ന വാട്ടർ പ്രൂഫ് കോട്ട് ചർമ്മമുണ്ട്. ഇടയ്ക്കിടെ ഇവയെ കുളിപ്പിക്കുന്നത് വൃത്തിയായിരിക്കാൻ സഹായിക്കും. ലാബുകൾ ധാരാളം രോമം കൊഴിയുന്ന പ്രവണത കാണിക്കുന്നു. ആഴ്ചയിലൊരിക്കൽ അവരുടെ രോമം ചീകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാബിനെ സജ്ജമാക്കാം. അവരുടെ രൂപവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ലാബ് വളരാനും ആരോഗ്യകരമായി തുടരാനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കാനും ഡോഗ് ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണവും നൽകാം. ഒരു ഹോം ഫുഡ് റെജിമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മൃഗഡോക്ടറെ സമീപിക്കുക. കൂടാതെ അവർക്ക് ധാരാളം ശുദ്ധജലം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ലാബിന്റെ ഭാരം നിരീക്ഷിക്കുക. വയർ വീർക്കുന്നതിൻ്റെയോ അമിതവണ്ണത്തിൻ്റെയോ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അമിതമായി ഭക്ഷണം കഴിക്കുകയോ ധാരാളം ചികിത്സകൾ നടത്തിയതിൻ്റെ ഫലമായി ലാബുകൾ ശരീരഭാരം വർദ്ധിക്കും. മാനസികമായും ശാരീരികമായും ഫിറ്റ്നസ് നിലനിർത്താൻ ലാബ്രഡോറുകൾക്ക് ധാരാളം വ്യായാമവും പ്രവർത്തനവും ആവശ്യമാണ്. ലാബ് റിട്രീവർമാർ നീന്തലും ഗെയിമുകൾ എന്നിവ ആസ്വദിക്കുന്നു. അവർക്ക് പുറം ലോകം ഇഷ്ടമാണ്. ചടുലത, അനുസരണം, ട്രാക്കിംഗ് തുടങ്ങിയ നായ്ക്കളുടെ കായിക വിനോദങ്ങളും അവർ ആസ്വദിക്കുന്നു. കൂടാതെ രക്ഷപ്പെടുത്തൽ, മാർഗനിർദ്ദേശം, മയക്കുമരുന്ന് അല്ലെങ്കിൽ ബോംബ് കണ്ടെത്തൽ സേവനം, സഹായം തുടങ്ങിയ ജോലികൾ ലാബുകൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഈച്ചകൾ ലാബ്രഡോറുകൾക്ക് ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കും. ഇത് നിങ്ങളുടെ നായയെ അസ്വസ്ഥമാക്കുന്നു. നിങ്ങളുടെ ലാബിൽ ചെള്ളുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക. വിരശല്യം ലാബുകളെ ബാധിക്കുന്നത് വയറുവേദന, വയറിളക്കം, ഛർദി, ശരീരഭാരം കുറയൽ, പോഷകങ്ങളുടെ കുറവ്, മലത്തിൽ രക്തം, ക്ഷീണം, വിളർച്ച എന്നിവയ്ക്ക് കാരണമാകും. ലാബ്രഡോർ നായ്ക്കുട്ടികളെ പതിവായി വിരമരുന്നു നൽകണം. എന്നിരുന്നാലും വർഷത്തിൽ ഒരിക്കൽ മലപരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മലത്തിൽ പുഴുക്കളോ പുഴുക്കളുടെ മുട്ടകളോ കണ്ടാൽ മൃഗഡോക്ടർ നിങ്ങളുടെ വളർത്തുമൃഗത്തിന് ആനുകാലിക വിരമരുന്ന് നൽകിയേക്കാം. ലാബുകളുടെ ശ്വാസകോശം, ഹൃദയം, ധമനികൾ എന്നിവയെ ബാധിക്കുന്ന മറ്റൊരു പരാഭോജിയാണ് ഹാർട്ട് വേമുകൾ. ചികിത്സിച്ചില്ലെങ്കിൽ ഹൃദയ ശ്വാസകോശ പ്രശ്നങ്ങൾ, അവയവങ്ങളുടെ കേടുപാടുകൾ, മരണം എന്നിവയ്ക്ക് കാരണമാകുമെന്നതിനാൽ ഹാർട്ട് പുഴുക്കൾ അപകടമാണ്. നിങ്ങളുടെ ലാബിൻ്റെ പല്ലുകൾ ഇടയ്ക്കിടെ ബ്രഷ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു തവണ നിങ്ങളുടെ ലാബിൻ്റെ പല്ലുകൾ വൃത്തിയാക്കാൻ ഒരു കനൈൻ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ ഡെന്റൽ വൈപ്പ് എന്നിവ ഉപയോഗിക്കുക. നിങ്ങളുടെ ലാബ് റിട്രീവറിൻ്റെ നഖങ്ങൾ മുറിക്കുന്നതിനുള്ള അടയാളമാണ് അവ തറയിൽ ഉരസി ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ നഖങ്ങൾ പതിവായി മുറിക്കാൻ നിങ്ങൾക്ക് ഒരു ട്രിമ്മർ അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ അവരുടെ നഖങ്ങൾ മുറിക്കുന്നതിനു പകരം നിങ്ങൾക്ക് അവയെ ഒരു ഗ്രൂമറുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. രോഗപ്രതിരോധത്തിനായി നിങ്ങളുടെ ലാബ് നായ്ക്കുട്ടിക്ക് സാധാരണഗതിയിൽ ഡിസ്റ്റംബർ, ഹെപ്പറ്റൈറ്റിസ്, ലെപ്റ്റോസ്പിറോസിസ്, പാർവോവൈറസ്, പാരാഇൻഫ്ലുവൻസ വാക്സിൻ ലഭിക്കും.
കെന്നൽ ചുമ എന്ന അണുബാധ തടയാൻ അവർക്ക് ബോർഡെറ്റെല്ല ബാക്ടീരിയ വാക്സിനും ലഭിക്കും. 6 മുതൽ 8 ആഴ്ചകൾ മുതൽ 16 മുതൽ 20 ആഴ്ച വരെ പ്രായം വരെ ഓരോ ഏതാനും ആഴ്ചയിലും നിങ്ങളുടെ ലാബിന് ഈ വാക്സിനുകൾ എടുക്കണം. നിങ്ങളുടെ ലാബിന് 16 മുതൽ 20 ആഴ്ചകളിൽ പേവിഷബാധ വാക്സിൻ നൽകൂ. നിങ്ങളുടെ വളർത്തുമൃഗത്തിൻ്റെ ജീവിതശൈലിയെ അടിസ്ഥാനമാക്കി ലൈം ഡിസീസ് വാക്സിൻ പോലുള്ള മറ്റ് വാക്സിനുകളും എടുക്കണം. ലാബുകൾ ആരോഗ്യമുള്ള നായ്ക്കളാണ്. പ്രജനനത്തിനു മുമ്പ് ബ്രീഡർമാർ DNA പരിശോധനയും റേഡിയോഗ്രാഫുകൾ അല്ലെങ്കിൽ നേത്രരോഗ വിദഗ്ധർ പോലുള്ള വിദഗ്ധരുടെ പരിശോധനകളും ഉൾപ്പെടെയുള്ള മറ്റ് പരിശോധനകളും ഉപയോഗിച്ച് നായ്ക്കളെ സാധാരണ ആരോഗ്യ അവസ്ഥകൾക്കായി പരിശോധിക്കുന്നു. ലാബ് റിട്രീവറുകൾ മറ്റു വളർത്തുനായ്ക്കളുമായി പെട്ടെന്ന് കൂട്ടുകൂടും. ലാബ്രഡോറുകൾ ധാരാളം രോമം കൊഴിയുന്നതിനാൽ ചില ആളുകൾക്ക് അവ അലർജിയുണ്ടാക്കും. നിങ്ങളുടെ നായയുടെ ഭക്ഷണ ഉപഭോഗവും ഭാരവും ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. കൂടാതെ സജീവവും ആരോഗ്യകരവുമായി തുടരാൻ അവർക്ക് മതിയായ വ്യായാമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക.